ഫെലിക്സ്, ഇന്ന് കണ്ണൂർ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴയുടെ സ്ഥിതി എങ്ങനെയാണ്? കനത്ത മഴയാണോ? ശക്തമായ കാറ്റുണ്ടോ? നാശനഷ്ടങ്ങളുണ്ടോ അവിടെ? 2 ദിവസമായി നല്ല മഴ തന്നെ കണ്ണൂർ ജില്ലയിൽ ലഭിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ അതിശക്തമായ മഴയാണ്. ഇടയ്ക്ക് തോർന്നെങ്കിലും മഴ അങ്ങനെ പൂർണ്ണമായി ശമിച്ചിട്ടില്ല. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. പയ്യാമ്പലത്ത് പ്രത്യേകിച്ചും തീരമേഖലയിൽ കടൽക്ഷോഭം അതിശക്തമാണ്. പ്രത്യേകിച്ചും കടൽ പ്രക്ഷുബ്ധമാണ്. ഇപ്പോൾ ഈ പയ്യാമ്പല ബീച്ചിലടക്കം നമുക്ക് കാണാൻ കഴിയും. ഈ തീരം എടുക്കുന്ന രീതിയിൽ വലിയ തിരമാല, ഉയർന്ന തിരമാല അടിക്കുന്നുണ്ട്. മുന്നറിയിപ്പും അടക്കം നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അതായത് ഈ കടൽ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. വലിയ രീതിയിൽ തിരമാല ഉയരാൻ സാധ്യതയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലുള്ള നിർദ്ദേശവും ജാഗ്രതാ നിർദ്ദേശവും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്. സമാനമായ അവസ്ഥയാണ് എല്ലായിടങ്ങളിലും. ശക്തമായ മഴ എല്ലാ പ്രദേശങ്ങളിലും ലഭിക്കുന്നുണ്ട് എന്നതാണ്. അതായത് നഗരമേഖലയിൽ മാത്രമല്ല, മലയോര മേഖലയിലടക്കം അതിശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. പയ്യാമ്പലം ബീച്ചുകളിൽ സഞ്ചാരികൾ അങ്ങനെ പ്രവേശിക്കരുത് എന്ന നിർദ്ദേശം, അതായത് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പയ്യാമ്പലത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, സഞ്ചാരികളൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഈ പയ്യാമ്പലം അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണല്ലോ. വിനോദസഞ്ചാര കേന്ദ്രം എന്ന് പറയുമ്പോൾ പുറത്തെ ആളുകൾ മാത്രമല്ല, അവിടുത്തെ ആളുകളും വൈകിട്ട് നടക്കാൻ ഉൾപ്പെടെ എത്തുന്ന വളരെ സമതലമായൊരു മേഖലയാണ്. ആ ബീച്ചിനെ കുറിച്ച് പറഞ്ഞാൽ, ആ ബീച്ച് ആഴമില്ലാത്ത ബീച്ചാണല്ലോ. നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയാലും ഏറെ ദൂരം മുന്നോട്ട് നടക്കാൻ കഴിയുന്ന, അപകടകരം അല്ല എന്ന് നമുക്ക് കഴിയാൻ കഴിയുന്ന ഒരു ബീച്ചാണ്. അവിടെയും ഇപ്പോഴും ഈ കടൽ കയറുന്ന പ്രതിഭാസമാണെങ്കിൽ സമീപത്തെ മറ്റ് അപകടകരമായ മേഖലയിലേക്ക് ഒരു അവസ്ഥ എങ്ങനെയാണ് അതുവഴി യാത്ര ചെയ്യുമ്പോൾ ഫെലിക്സ്? തീർച്ചയായും രതീഷ്, ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. നേരത്തെ അതായത് ഈ തീരെ ഇല്ലാതായി കടൽ കയറി വരുന്ന, അല്ലെങ്കിൽ തിരമാല ഈ കരയിലേക്കടക്കം കയറി വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ആ രീതിയിൽ കടൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ണൂർ സിറ്റിയോട് ചേർന്നുള്ള മൈതാനപ്പള്ളി അടക്കമുള്ള മേഖലയിലൊക്കെ തന്നെ കടൽക്ഷോഭം അതിശക്തമാണ്. തലശ്ശേരിയിലടക്കം സമാനമായ സ്ഥിതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വലിയ ജാഗ്രതാ നിർദ്ദേശം പൊതുവെ നൽകിയിരിക്കുന്നത്. അതായത് എല്ലായിടങ്ങളിലും സമാനമായ അവസ്ഥയാണ്. ഈ കടൽ പ്രക്ഷുബ്ധമാകുന്നത് കൊണ്ട് തന്നെ ജാഗ്രത കൂടുതൽ ശക്തമാക്കണം എന്നതാണ് ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ്. മലയോര മേഖലയിലും സമാനമായ അത് തന്നെയാണ്, ജാഗ്രത പാലിക്കണം എന്നതാണ്. മഴ മുന്നറിയിപ്പുകൾ നോക്കി നമുക്കറിയാം കണ്ണൂരൊക്കെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോഴും ബീച്ചിലേക്ക് ആൾക്കാർ വരുന്നതും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേക ജാഗ്രത വേണമെന്ന് പറയുമ്പോൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ അപകടം വിളിച്ചു വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നതാണ്.